75 മുതൽ 80% വരെ റെസ്യൂമേസും ATS സ്ക്രീനിങ്ങിൽ റിജക്ട് ചെയ്യപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ATS ഫ്രണ്ട്ലി ടെംപ്ലേറ്റ് ആയിരിക്കുക. ആ ഫോർമാറ്റിലല്ലെങ്കിൽ, അതായത് ഫാൻസി ആയിട്ടുള്ള ഡിസൈനർ റെസ്യൂമേസിൽ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പല ATS സോഫ്റ്റ്വെയർസിന് കൃത്യമായിട്ട് കണ്ടന്റ് പുള്ള് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റിജക്ട് ചെയ്യപ്പെടും. അതാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാരണം. അപ്പോൾ ATS ഫ്രണ്ട്ലി ഫോർമാറ്റിലേക്ക് റെസ്യൂമേസ് മാറ്റും, എന്നിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ATS ഫ്രണ്ട്ലി റെസ്യൂമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ATS സോഫ്റ്റ്വെയറിന് വായിക്കാൻ പറ്റുന്ന റെസ്യൂമേ എന്ന് മാത്രമാണ് അർത്ഥം. റെസ്യൂമേ വായിക്കാൻ പറ്റുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല. അതിലെ കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓരോ റോളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഓരോന്നിനും വളരെ വ്യത്യസ്തമായിട്ടുള്ള റിക്വയർമെന്റ്സ് ആയിരിക്കും അവർ ചോദിക്കുക. ക്വാളിഫിക്കേഷൻസ് ആവാം, എക്സ്പീരിയൻസ് ആവാം, സ്കിൽസ് ആവാം, സോഫ്റ്റ്വെയർസോ ടൂൾസോ ടെക്നിക്സോ അങ്ങനെ എന്തും ആകാം. സോ ഈ കാര്യങ്ങളൊക്കെ ഓരോ റോളിലേക്കും വ്യത്യസ്തമാകും. നമ്മൾ ഒരേ പൊസിഷനിലേക്ക് തന്നെ അപ്ലൈ ആണെങ്കിൽ പോലും അതെല്ലാം കീവേഡ്സ് ആണ്. ആ വേർഡ്സ് കൃത്യമായിട്ട് നമ്മളുടെ റെസ്യൂമിൽ ഓരോ തവണയും കൃത്യമായി എഡിറ്റ് ചെയ്ത് ചേർത്തില്ലെങ്കിൽ, അതായത് ജോബ് ഡിസ്ക്രിപ്ഷനിലെ കണ്ടന്റും നമ്മുടെ റെസ്യൂമേ ആയിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് നമ്മൾ ചെയ്ത് നോക്കുക. അത് മാച്ച് ആവുന്നില്ലെങ്കിൽ റെസ്യൂമേ ATS ഫ്രണ്ട്ലി ആകേണ്ട കാര്യമില്ല, റെസ്യൂമേ റിജക്ട് ചെയ്യപ്പെടും. ഒപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ജനറൽ ആയിട്ട് വേണ്ട ഇൻഫർമേഷൻ ഇല്ലാതെ പോയാൽ, ക്വാളിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടതാവാം, എക്സ്പീരിയൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാവാം, സ്കിൽസ് ആവാം, കോൺടാക്ട് ഇൻഫർമേഷൻ ആവാം, അതുകൊണ്ടും നിങ്ങളുടെ റെസ്യൂമേ റിജക്ട് ചെയ്യപ്പെടാം. സോ കോമൺ ആയിട്ട് ഈ റീസൺസ് കൊണ്ടാണ് റെസ്യൂമേസ് ATS സ്ക്രീനിങ്ങിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാതെ പോകുന്നത്. ടേക്ക് കെയർ ഓഫ് ദാറ്റ്.